ഓക്കെ, മോഡ്യൂൾ 10 നിങ്ങൾ ഈ കാണുന്നത് പോലെ അത് കറക്ഷണൽ സോഷ്യൽ വർക്ക് ആണ് അതിനകത്ത് മൊത്തം ഉള്ളത്. അപ്പൊ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്താണെന്നും അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ഇനി അത് ഇന്നലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് അതിന്റെ ഒരു റെക്കോർഡഡ് ക്ലാസ്സും കൂടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്. അപ്പോ ഈ സിലബസ് എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാല്, നമ്മളിപ്പം ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിനകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് അതിനകത്ത് കവർ ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ അവര് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ്, എന്തൊക്കെയാണ് ആ നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് അവരിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി, അതിന് പുറമെ നമ്മൾ ഒന്നും പോകണ്ട. ഓക്കെ, ഇതിപ്പോ നോക്കുക, 10 മാർക്കിനുള്ള ഓരോ മോഡ്യൂളിനും 10 മാർക്ക് വീതമാണ് 10 മോഡ്യൂൾ അവർ വെച്ചിട്ടുള്ളത്. ഏകദേശം 1 2 3 4 5 6 7 8 എന്താ പറയേണ്ടത് സബ് ടോപ്പിക്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോ എല്ലാ സബ് ടോപ്പിക്സിൽ നിന്നും മിനിമം ഒരു ചോദ്യമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ എല്ലാ ഈ സബ് ടോപ്പിക്സും നമ്മളൊന്ന് നോക്കിയിരിക്കുക. അപ്പൊ ഒരു പക്ഷേ പ്രിസനും റിഫോമേറ്ററീസും ആയിട്ടുള്ള ഡിഫറൻസ് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രൊബേഷനും പരോളും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് ചോദിക്കുക. അല്ലെങ്കിൽ പ്രൊബേഷൻ തന്നെ എന്താണ്, അല്ലെ പ്രൊബേഷന്റെ എന്തെങ്കിലും 1-2 കണ്ടീഷൻസ് എടുത്തു വെച്ചിട്ട്, അപ്പൊ ഇതിനൊക്കെ ഒരുപാടധികം നിയമസാധ്യതകളും അതിന്റെ ഉള്ളിലെ കണ്ടീഷൻസും അവിടെ ഉണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ നോക്കണ്ട. കാരണം നമുക്കിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മെത്തേഡ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത്. ഇനി അത് എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ളത് എന്താ പറയേണ്ടത് ആ ഒരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കടക്കണ്ട. പക്ഷേ നമ്മൾ ആ BNS ഒക്കെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറെ കുറെയൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ സിലബസ് ഫോക്കസ് ചെയ്ത് മാത്രം നമ്മൾ നിൽക്കുക. സിലബസിന് പുറമേ നിന്ന് നമ്മൾ ഒന്നും വലിച്ചെടുത്ത് കൊണ്ടുവന്ന് പഠിക്കേണ്ടതായിട്ട് ഇല്ല ഈ ഒരു പരീക്ഷയെ. PSCയുടെ ഏത് പരീക്ഷയെ സംബന്ധിച്ചും. ഇപ്പൊ PSCക്ക് പണ്ടൊരു കാലഘട്ടത്തില് അവരിങ്ങനെ അല്ലായിരുന്നു അവരുടെ ആ ഒരു സിലബസ് ഒക്കെ തരുന്നത്. സിലബസ് തരുന്നതിന്റെ ഒരു രീതി തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അവരാകെ പറയുന്നത് ആ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ അത് നമ്മൾ പഠിച്ചുകൊണ്ട് വരണം എന്നുള്ളതായിരുന്നു അന്നൊക്കെ. 2000 എന്താ പറയേണ്ടത് 18 ഒക്കെ അങ്ങനത്തെ സിലബസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് PSC തരുന്നത്. സോ ഇറ്റ് ബിക്കംസ് ഓൾ ദ മോർ ഈസി ഫോർ us ടു സ്റ്റഡി. ഓക്കെ, സോ ഇന്ന് വാട്ട് വി വിൽ ലുക്ക് അറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്. അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. നമ്മൾ ആ മെത്തേഡ്സ് മാത്രം ഇതിൽ അങ്ങ് നോക്കി പോയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്? ഇന്നലെ നമ്മൾ അത് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തിരുന്നു അല്ലെ. അപ്പം ഇന്നലെയും നമ്മൾ അത് ചെറുതായിട്ടൊന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വി വിൽ ടോക്ക് അബൌട്ട് ദിസ്. അപ്പൊ ഈ ഒരു കറക്ഷണൽ മെത്തേഡ്സിന്റെ തന്നെ 2 ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത്. അതിന് 2ആയിട്ട്. അപ്പൊ കറക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺസെപ്റ്റിൽ പെട്ടെന്ന് വരുന്നത് ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ ജയിലിൽ അടയ്ക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഫൈൻ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതിനെ തന്നെ 2 സ്പെസിഫിക് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ. അപ്പൊ ഏറ്റവും എളുപ്പം നമുക്ക് ഇതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് ഇപ്പൊ ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ ചിന്തിച്ചോളുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സ്ഥാപനത്തിൽ അടച്ച് ചെയ്യുന്നതാണ്. അതാണല്ലോ ജയിൽ അല്ലെങ്കിൽ പ്രിസൺ എന്നൊക്കെ പറയുന്നത്. അതിന് ബോർഡേഴ്സ് ഉണ്ട്, അതായത് അതിന്റെ ചുറ്റുമതിലുണ്ട്, അതിന് മുറികളുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നടക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ളത്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്തില് എന്താ പറയേണ്ടത്, പ്രിസൻസിന്റെ പുറത്തും ആ ഒരു ഈ ഒരു ശിക്ഷ നടപടികൾ നടപ്പാക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു പ്രിറ്റി
ന്യൂ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഓൾറെഡി അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ BNS നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരുപാടധികം ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷണൽ മെത്തേഡ്സിലും അവിടെ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം റെസിഡിവിസം എന്ന വാക്ക് മറന്നു പോകരുത്. റെസിഡിവിസം കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് വീണ്ടും കുറ്റം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലാതാക്കി കുറച്ച് കൊണ്ടുവരുന്നതാണ് റെസിഡിവിസം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ റെസിഡിവിസത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ആൻഡ് മറ്റൊരു ഫോക്കസ് ആണ് റീഇന്റഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി. അപ്പൊ സമൂഹത്തിലേക്ക് അവരെ ഒരു നോർമൽ വ്യക്തിയായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇനി മറ്റൊരു വ്യത്യാസം നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഒരു അർത്ഥമുണ്ട്, അല്ലെ? ഇപ്പൊ ഫ്രീഡം, നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു വളരെ വലിയ വാക്കാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീഡം നമുക്ക് ലിമിറ്റഡ് ആണോ, ഫ്രീഡം കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒരു ജയിലിൽ അടയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ബേസിക് റൈറ്റ്സ് ഒക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്, അല്ലെ? ഒരു ജയിലിൽ അടയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ അവിടെ ഫ്രീഡം കുറയുന്നു അല്ലെങ്കിൽ ഫ്രീഡം ഇല്ലാതാകുന്നു. സോ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോ ആ ഒരു ഒഫൻസ് ചെയ്ത ആ ഒരു വ്യക്തി ഏത് സെറ്റിങ്ങിലാണ്, ഏത് സാഹചര്യത്തിലാണ് ആ വ്യക്തിയുടെ ഒരു എന്താ പറയേണ്ടത് റീഹാബിലിറ്റേഷൻ നടക്കേണ്ടത് എന്നും കൂടെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെല്ലാം വരുന്നത് ജയിലിൽ അടയ്ക്കുക, കൺഫൈൻമെന്റ് ആണ്. അപ്പൊ കൺഫൈൻമെന്റ് വിതിൻ ദ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനാണ് പ്രിസൺ എന്ന് പറയുന്നത്, ജയിൽ എന്ന് പറയുന്നത്, റെഫോമേറ്ററീസ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ അങ്ങ് പ്രവർത്തിക്കുന്ന, അവര് കൺഫൈൻഡ് അല്ല പല സാഹചര്യങ്ങളിലും. അപ്പോ ആ ഒരു ഒഫൻഡറെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടല്ല അവിടുത്തെ ആ ഒരു റീഹാബിലിറ്റേഷൻ നടക്കുന്നത്. അപ്പോ അതാണ് ഈ രണ്ട് സിസ്റ്റംസിന്റെയും ആ ഒരു ഡിഫറൻസ് എന്ന് നമുക്ക് പറയാം. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കസ്റ്റഡിയൽ കറക്ഷൻ, വീണ്ടും ഈ വാക്ക് ഓർത്ത് വെച്ചോളുക, കസ്റ്റഡിയൽ കറക്ഷൻ ആൻഡ് റെഫോമേഷൻ അവിടെ വരുന്നത്. അപ്പൊ കസ്റ്റഡിയൽ കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എഗെയിൻ അവര് എന്താ പറയേണ്ടത്, ജയിലിൽ അടയ്ക്കുന്ന ആ ഒരു സാഹചര്യമാണ് കസ്റ്റഡിയൽ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഏതൊക്കെ വാക്കുകളാണ്? പ്രിസൺ അതിന്റെ ഒരു ഭാഗമാണ്, റെഫോമേറ്ററി അതിന്റെ ഒരു ഭാഗമാണ്, ബോസ്റ്റൽസ് അതിന്റെ ഒരു BORSTALS ബോസ്റ്റൽസ് അതിന്റെ ഒരു ഭാഗമാണ്, പ്രൊട്ടക്റ്റീവ് ഹോംസ് അതിന്റെ ഒരു ഭാഗം, ബെഗറി ഹോംസ് അതിന്റെ ഒരു ഭാഗം, സ്പെഷ്യൽ ജയിൽസ് അതിന്റെ ഒരു ഭാഗം. ഇത്രയും അധികം സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇതിനെയൊക്കെ ഗവൺ ചെയ്യുന്ന ഒരു നിയമമുണ്ട്, ഗവൺ ബൈ പ്രിസൺസ് ആക്ട് 1894. ഈ പ്രിസൺസ് ആക്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ പ്രിസൺസ് ആക്ടിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല. എഗെയിൻ സി, നിങ്ങൾ ഒരു ജയിലിലെ ഒരു പ്രിസൺ ഓഫീസർ ആയിട്ടല്ല, ഒരു വെൽഫെയർ ഓഫീസർ ആയിട്ടുള്ള ഒരു തസ്തികയിലേക്കാണ് ഇപ്പം മത്സരിക്കുന്നത്, അല്ലെ? എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസൺസ് അല്ലെങ്കിൽ ജയിൽസ് എന്നുള്ളത്? ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സി, പ്രിസൺ എന്ന വാക്ക് തന്നെ നമ്മൾ എടുക്കുക. പ്രിസൺ എന്ന വാക്ക് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷൻ മെത്തേഡ്സ്. ഓക്കെ, പ്രിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ പ്രൈമറി പ്രിസൺസിനെ ഗവൺ ചെയ്യുന്നതാണ് ഈ പ്രിസൺസ് ആക്ട് 1894 വന്നിട്ടുള്ളത്. അതിനകത്താണ് ഈ പ്രിസൺ എങ്ങനെയാണ് അത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ, ഡിസിപ്ലിൻ എങ്ങനെയാണ്, പ്രിസണേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് അവിടെ പറയുന്നുണ്ട്. ഇനി ഈ പ്രിസൺസ് തന്നെ പല തരത്തിലുള്ള പ്രിസൺ ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, സെൻട്രൽ ജയിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ജയിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സബ് ജയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ആൻഡ് ദർ ആർ ഓൾസോ ഓപ്പൺ പ്രിസൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പൊ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന ഏത് തരം ആൾക്കാരാണ്? അവിടെ 2 അതിലധികമോ വർഷം ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കേണ്ട വ്യക്തികളാണ് ഈ ഒരു സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത്. അപ്പൊ എവരുടെ ആ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് ത്രൂ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്. ഇത് സെൻട്രൽ ജയിലിൽ കൊടുക്കുന്ന ഒരു സംഗതിയാണ്. ഇനി ഡിസ്ട്രിക്ട് ജയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മൈനർ ആയിട്ടുള്ള ഒഫൻഡേഴ്സിനെയും ട്രയൽ നടക്കുന്ന കാലഘട്ടത്തിൽ,
ഓക്കെ, ആ അണ്ടർ ട്രയൽ കേസസ് ഉണ്ടല്ലോ, അവരിപ്പോ ജയിലിൽ അടച്ചിട്ട് അവരുടെ ആ ഒരു ട്രയൽ നടക്കുകയാണ്. ട്രയൽ തീരുമ്പോൾ അവർ കുറ്റവിമുക്തനാണെങ്കിൽ അവരെ അങ്ങ് മോചിപ്പിച്ച് വിടും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു അണ്ടർ ട്രയൽസിനെയും മൈനർ ഒഫൻഡേഴ്സിനെയാണ് ഡിസ്ട്രിക്ട് ജയിലിൽ അടയ്ക്കുന്നത്. സബ് ജയിലിലേക്ക് പോകുന്ന എന്തുകൊണ്ടാണ്? ഷോർട്ട് ടേം സെന്റൻസസ്, കാലാവധിയുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്ന ആ ഒരു അവസ്ഥയിലാണ് അവർ സബ് ജയിലിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, സെൻട്രൽ ജയിലിലേക്ക് 2 വർഷത്തിൽ കൂടുതലാണ് പോകുന്നതെങ്കിൽ ഷോർട്ട് ടേം എന്ന് കണക്കാക്കുന്നത് ഇവിടെ ഈ ഒരു എന്താ പറയേണ്ടത് 2 വർഷത്തിൽ താഴെയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താം. ഇനി ഓപ്പൺ പ്രിസൺസ് ഉണ്ട്. ഈ ഓപ്പൺ പ്രിസൺസ് എന്ന് പറയുന്നത് അത് തയ്യാറാക്കിയിട്ടുള്ളത് റെഫർമേഷനും റീഇന്റഗ്രേഷനും വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ട്രസ്റ്റ് ബേസ്ഡ് കസ്റ്റഡി ആൻഡ് വർക്ക് റിലീസ് പ്രോഗ്രാമും അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പൊ ട്രസ്റ്റ് ബേസ്ഡ് കസ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വാസം, അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ട്രസ്റ്റ് ബേസ്ഡ് കസ്റ്റഡി അവിടെ വരുന്നത്. ഇനി പോസ്റ്റൽ സ്കൂൾസ് എന്താണ്? ഈ ഒരു സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിൽ വരുന്നതാണ് പോസ്റ്റൽ സ്കൂൾസ്. അപ്പൊ ഇത് സ്പെസിഫിക്കലി യൂത്ത് ആയിട്ടുള്ള ഒഫൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ പറയേണ്ടത്, യൂത്ത് ഒഫൻഡേഴ്സിനെ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഏജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മുതൽ 21 വയസ്സ് വരെ. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അവരെ വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസ് സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. അവരുടെ കൂട്ടത്തില് ഈ കൊച്ചു ക്രിമിനൽസിനെ കൊണ്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെന്ററായിട്ട് മാറും അവിടെ കിടക്കുന്ന മെയിൻ ഹാർഡൻഡ് ക്രിമിനൽസ് എന്ന് പറയുന്ന വ്യക്തികൾ. പ്രധാനമായിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രായം നമ്മൾ നോക്കുവാണെങ്കിൽ 16 മുതൽ 21 എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും തല്ലി ചതച്ചൊക്കെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രായം തന്നെയാണ് ഈ 16 മുതൽ 21. അപ്പോ അവർക്ക് ഒരുപാടധികം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വലിയ വലിയ ക്രിമിനൽസിന്റെ കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരും കൂടെ ഇത് അവര് പഠിച്ചെടുക്കും. അപ്പോ അവര് നന്നാവുന്നതിന് പകരം അവർ വീണ്ടും ഒരു ഹാർഡൻഡ് ക്രിമിനൽ ആയിട്ട് പോകും എന്നുള്ളത് നമുക്ക് അവിടെ കാണാം, അല്ലെ? അപ്പൊ ഇവിടെ ഇവരുടെ റെഫർമേഷനിലാണ് ഫോക്കസ്, പണിഷ്മെന്റിലല്ല ഫോക്കസ്. അപ്പൊ ഇവിടെയും വൊക്കേഷണൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കും. അതോടുകൂടി ഒരുപാടധികം മോറൽ ആയിട്ടുള്ള മൂല്യങ്ങളും ഇത് ഇവിടെ ഈ സംഗതികളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതിനെ ഞാനിപ്പോ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് അഡോളസെന്റ് ആയിട്ടുള്ള ഒഫൻഡേഴ്സ് എന്നുള്ളത്. അഡോളസെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് ടീനേജ് പ്രായത്തിൽ നിൽക്കുന്നവരല്ലേ. അപ്പൊ 19 ആകുമ്പോഴത്തേക്ക് ടീനേജ് കഴിഞ്ഞ്, 20 മുതൽ ടീനേജ് അല്ല. അപ്പൊ ഇവിടെ യൂത്ത് 16 മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ഫോക്കസ്ഡ് ആണെങ്കിലും ഒരു അഡോളസെന്റ് ആയിട്ടുള്ള ഒരു ഒഫൻഡറെ ഏത് ജയിലിൽ കൊണ്ടിടും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസ്റ്റൽ സ്കൂൾ എന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ ഒരു കാര്യം കൂടെ ആലോചിക്കണം, ചിലപ്പം അങ്ങനെ ഒരു ജനറിക് ചോദ്യം അഡോളസെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം 13 മുതലാണ് അഡോളസെന്റ് ആ ഒരു ടീനേജ് കണക്കാക്കുന്നത്, അല്ലെ? അപ്പൊ ഏകദേശം ഒരു 11 മുതലൊക്കെ അഡോളസെന്റ് ആ ഒരു പ്രായത്തിലേക്ക് കുട്ടികൾ കടന്നു എന്നാണ് ജനറലി കണക്കാക്കുന്നത്. അപ്പോ അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ വളച്ചൊടിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ചോദ്യങ്ങൾ പല രീതിയിലും അത് നമ്മുടെ മുന്നിൽ എത്താം എന്നുള്ളതാണ്. ഇനി ഉള്ളത് പ്രൊട്ടക്റ്റീവ് ഹോംസ് ആണ്. എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് ഹോംസ്? ഇത് റെസ്ക്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഹോംസ് എന്ന് പറയുന്നത്. ഇപ്പം റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആ ഒരു സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും റീഹാബിലിറ്റേഷൻ ആവശ്യമായി വരുന്ന ആ ഒരു സ്ത്രീകൾ അവിടെയുണ്ട്. എന്താ പറയേണ്ടത്, സെക്സ് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് കുറെ അധികം ഇവിടെ ഈ വരിക എന്ന്. അപ്പൊ ഇത് ഈ ഒരു പ്രിസൺ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഹോം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഉപയോഗിച്ചിട്ടാണ്. ആ ആക്ടിൽ പറയുന്ന 1956 ആ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ആണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം. അപ്പോ അവിടെ എന്താ പറയേണ്ടത്, ആ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഉപേക്ഷിച്ച് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, അവർക്ക് സേഫ്റ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഒരുപാടധികം വൊക്കേഷണൽ സ്കിൽസും കൂടെ അവർക്ക് നൽകുക എന്നുള്ളതാണ്. അതാണ് പ്രൊട്ടക്റ്റീവ് ഹോംസിന്റെ ഉദ്ദേശം. ഇനി ബെഗർ ഹോംസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഈ ബെഗർ ഹോംസ് സ്പെസിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയിൽ ഒരു നിയമമുണ്ട്.
ബോംബെ പ്രിവെൻഷൻ ഓഫ് ബെഗിങ് ആക്ട് എന്നാണ് അതിന് ശരിക്കും പറയുക. അപ്പൊ ഈ ഹോംസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി അത് ഒരു ഷെൽട്ടറായി മാറുകയാണ് ഈ ബെഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിക്ഷാടനം ഒരു ജീവിത മാർഗമാക്കി മാറ്റിയിരിക്കുന്നവരെയാണ് ബെഗേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെയും അവരെ പണിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇവിടെ കൊണ്ടുവരുന്നത്. അവരെ റിഫോം ചെയ്ത് അവരെ ഒരു തൊഴിൽ പഠിപ്പിച്ച് അതിലും ഉപരി ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ജുവനൈൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ജുവനൈൽ ഹോംസ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അത് നമ്മുടെ JJ ആക്ട് പ്രകാരം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, അതാണ് റിഫോം ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ആക്ട്. ആ ആക്ട് പ്രകാരമാണ് ഈ ജുവനൈൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആണ് ഈ ആക്ട് 2015 വന്നിട്ടുള്ളത്. അപ്പോ അതിനകത്ത് ആ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കംപ്ലീറ്റ് ഉണ്ട് ഈ ജുവനൈൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. സോ ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നുള്ളതാണ്, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട്. അപ്പൊ ഈ ഒരു നിയമം നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേറെ ഉണ്ട് സിലബസിൽ. അപ്പോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഈ ജുവനൈൽ ഹോംസ് തന്നെ പല തരത്തിലുണ്ട്. സ്പെസിഫിക്കലി നമുക്ക് 3 ടൈപ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് ഒബ്സർവേഷൻ ഹോംസ്. ഒബ്സർവേഷൻ ഹോംസ് എന്ന് പറയുന്നത് നമ്മുടെ സബ് ജയിലുകൾ പോലെ ഒരു ടെമ്പററി ഷെൽട്ടർ ആണ്. അതിന്റെ ആ ഒരു നിയമ നടപടികൾ നടക്കുന്ന സമയത്ത് അവരെ കൊണ്ട് താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഒബ്സർവേഷൻ ഹോംസ് എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ഹോംസ് ഉണ്ട്. ഓക്കെ, ഈ സ്പെഷ്യൽ ഹോംസ് എന്ന് പറയുന്നത് കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം ആ ജുവനൈൽസിനെ കൊണ്ടിടുന്നതാണ് സ്പെഷ്യൽ ഹോംസ്. ഇനി ബോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, അത് ഒരു 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 റെഫർമേഷനും സ്കിൽ ഡെവലപ്മെന്റും ആണ് ഈ ബോസ്റ്റൽ ഹോംസിൽ അത് ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് നമുക്ക് നോക്കാം. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസിലും അവിടെ ഒരു ഫോക്കസ് കൊടുക്കുന്നത് ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. അവരെ സൂപ്പർവൈസ് ചെയ്യണം. അവരെ വെറുതെ അങ്ങ് അയച്ചുവിടാനായിട്ട് പറ്റത്തില്ല അല്ലെ. അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുക. അതേപോലെ അവരെ ജയിലിനുള്ളിൽ അടച്ചിടുന്നതിന് പകരം അവരെ റീഇൻറ്റഗ്രേറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരായിട്ട് അവരെ മാറ്റുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് പ്രൊബേഷൻ, പരോൾ, ആഫ്റ്റർ കെയർ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് വളരെ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടത് 2013 നമ്മുടെ ഈ പുതിയ BNS ഒക്കെ വരുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ ഒരു കോൺസെപ്റ്റ് പോലും നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്, കമ്മ്യൂണിറ്റി സർവീസ്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ IPC സെക്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് പ്രൊബേഷൻ? പ്രൊബേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോടതിയുടെ വിധിയോട് കൂടി വരുന്ന ഒരു കമ്മ്യൂണിറ്റി സൂപ്പർവിഷൻ സിസ്റ്റമാണ് ഈ ഒരു പ്രൊബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ആക്ട് ഉണ്ട്, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 ആ ഒരു ആക്ട് വന്നിട്ടുള്ളത്, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് എന്നുള്ളത്. അപ്പോ ഈ ഒരു ആക്ടിലൂടെ ചില ഒഫൻസ് ചെയ്ത വ്യക്തികൾക്ക് അവർക്ക് സമൂഹത്തിൽ തന്നെ അവരുടെ ജീവിതം തുടരാം. പക്ഷെ അതിന് ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. ആൻഡ് അതിന് ഒരു സൂപ്പർവൈസർ ഉണ്ടാകും. അവര് എങ്ങനെയാണ് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള ഈ സൂപ്പർവൈസറെയാണ് പ്രൊബേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും പ്രൊബേഷൻ ഓഫീസറിന്റെ എക്സാം കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയേണ്ടത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ആ ഒരു ജോലി കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ അതാണ് പിന്നെ അവിടെ ചെയ്യുക. ആ ഒരു പ്രൊബേഷൻ ഓഫീസർ തന്നെ വരുന്നത് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് മുഖാന്തരമാണ്. സോ ഇറ്റ് ഇസ് അഗെയിൻ ഇത് കൊടുക്കുന്നത് ഏതൊരു സമയത്താണ് ഇതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗിവൻ ബിഫോർ ഇംപ്രിസൺമെന്റ്. ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നതിന് മുന്നെയാണ് ശരിക്കും ഇത് വരിക, ഈ ഒരു പ്രൊബേഷൻ. ആൻഡ് കൂടുതലും ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനർ ഒഫൻഡേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ വീണ്ടും ആ ഒരു ഉദ്ദേശം തന്നെ കണ്ടോ, മൈനർ ഒഫൻഡേഴ്സിനെ ജയിലിൽ കയറ്റാതെ അവരുടെ സ്വാതന്ത്ര്യം കുറെ അധികം കുറച്ചുകൊണ്ട് സമൂഹത്തിൽ തന്നെ നിർത്തി അവര് പഠിച്ച് നന്നാവട്ടെ എന്നുള്ള ഉദ്ദേശമാണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പോ ഈ ഒരു കാലഘട്ടത്തില് ആ ഒരു ഒഫൻസ് ചെയ്ത വ്യക്തി 100% ഗുഡ് കോണ്ടക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് കൃത്യമായിട്ടുള്ള ആ ഒരു ഇടവേളകളില്
ആ പ്രൊബേഷൻ ഓഫീസർ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് പ്രൊബേഷൻ ഓഫീസർ ഈ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ അതാണ് ആ ഒരു പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ പ്രൊബേഷൻ എന്ന് പറയുന്ന സംഗതിയും ഇത് തന്നെയാണ് പ്രൊബേഷൻ. ഓക്കെ. അപ്പോ അത് ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ് അല്ലെങ്കിൽ ചെറിയ ക്രൈം ഒക്കെ ചെയ്തിട്ടുള്ളവരെ നേരിട്ട് ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അവരുടെ കുറച്ച് ലിബർട്ടീസ്, അവരുടെ കുറച്ച് ഫ്രീഡംസ് മാറ്റി അവരെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. പക്ഷേ ഇതിനകത്ത് വ്യവസ്ഥകളൊക്കെ വേറെയുണ്ട്. അവർ ഈ സമയത്ത് വീണ്ടും ക്രൈം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്യാനോ ഒക്കെ പോവുകയാണെങ്കിൽ പിന്നെ കഥ മാറി, പിന്നെ അവർ ജയിലിലേക്ക് തന്നെ പോകും എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സിസ്റ്റം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആ സിസ്റ്റം എങ്ങനെയാണ് ഇന്റർ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മളോട് കടക്കാനായിട്ട് ഇപ്പം സിലബസിൽ ആവശ്യപ്പെട്ടിട്ടില്ല. സോ വി ഡോണ്ട് ഹാവ് ടു ഗോ. പരോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ പരോൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ പരോള് നമ്മൾ ഒരുപാടധികം സിനിമയിലും ഒക്കെ നമ്മളെ കാണിച്ചു തരാറുണ്ട്. പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, ഒരു പക്ഷേ സാക്ഷി പറഞ്ഞവരെയൊക്കെ തല്ലാനായിരിക്കും വരുന്നത് എന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ പരോൾ എന്ന് പറയുന്നത് ഒരു റിലീസ് ഫ്രം പ്രിസൺ തന്നെയാണ്. പക്ഷേ അവരുടെ ആ ഒരു ഒറിജിനൽ സെന്റൻസ് ഉണ്ടല്ലോ, ഒറിജിനലി അവരിപ്പോ എത്ര ഒരു എക്സ് നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ വർഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുന്നേ റിലീസ് ചെയ്യുന്നു. ഇത് വെറുതെ റിലീസ് ചെയ്യല്ല, ചില കണ്ടീഷൻസ് അവിടെ ബാധകമാകും. ആ കണ്ടീഷൻസ് എന്താണ് അവിടെ ബാധകമാകുന്നത് എന്നുള്ളത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കണ്ട. ഇപ്പൊ ഇത്രയും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പരോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കണ്ടീഷണൽ റിലീസ് ബിഫോർ സെന്റൻസ് കംപ്ലീഷൻ. ഇവിടെ സെന്റൻസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ കിട്ടുന്നതാണ്. അപ്പോ ഇവിടെ ഒത്തിരി അധികം റീസൺസ് ഉണ്ട് ഈ ഒരു പരോള് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഫാമിലിയിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ ആ ഒരു റീഇന്റഗ്രേഷൻ നടത്തുന്നതിന്റെ ഒരു ട്രയൽ എന്ന നിലയിൽ ഈ ഒരു പരോള് കൊടുക്കാം. അപ്പൊ ഈ പരോൾ എന്ന് പറയുന്നത് അതൊരു റൈറ്റ് അല്ല, അതൊരു പ്രിവിലേജ് ആണ്. ഈ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്താ? അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കണക്കാക്കണം, അല്ലെ? അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ വന്നാൽ വീണ്ടും ജയിലിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്, ഈ പരോൾ ബോർഡ് ഉണ്ട് സംസ്ഥാനത്തിന്. ഈ പരോൾ ബോർഡൊക്കെ തന്നെയാണ് ഈ ഒരു പരോളിലെ ഇതൊക്കെ വ്യക്തികൾ പോകണം സർക്കാരിന് ബേസിക്കലി തീരുമാനിക്കാം എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ആഫ്റ്റർ കെയർ സർവീസസ്? അപ്പം ആഫ്റ്റർ കെയർ നമുക്കറിയാം, അല്ലെ? നമ്മളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ് പിന്നെ അവിടെ വരിക. ആ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് പോലെയാണ് ഈ ഒരു ആഫ്റ്റർ കെയർ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റ് റിലീസ് സർവീസസ്, ആ ഒരു ഒഫൻഡറെ റിലീസ് ചെയ്ത് വിട്ടതിന് ശേഷം അവരുടെ റീഇന്റഗ്രേഷന് വേണ്ടിയിട്ട് അവർക്ക് സഹായകരം ആവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ആണ് നിങ്ങളുടെ കൗൺസിലിംഗ് സ്കിൽസ് വരാൻ പോകുന്നത്. എംപ്ലോയ്മെന്റിന് അവരെ എന്താ പറയേണ്ടത്, സഹായിക്കേണ്ടി വരും. ഒരു പക്ഷേ ഹൗസിങ്ങിന് അവർക്ക് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ കുടുംബവുമായിട്ട് റീയൂണിഫൈ ചെയ്ത് വീണ്ടും ഒന്നായി മാറുന്നതിനുള്ള ഒരു സപ്പോർട്ട്. അപ്പൊ ഇവിടെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വീണ്ടും അവര് ആ ഒരു ഒഫൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകരുത്. അതേപോലെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആ സ്റ്റിഗ്മ എന്ന വാക്കുണ്ടല്ലോ, ആ ഒരു സ്റ്റിഗ്മയും ഇവിടെ പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കറക്ഷൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്, കമ്മ്യൂണിറ്റി സർവീസസ് അവിടെ വരും. ആൻഡ് ഇവിടെ കാണാം ഒരു മീഡിയേഷൻ എന്താണ്? വിക്ടിം ഒഫൻഡർ. അപ്പൊ വിക്ടിം ആരാണ്? ആ വിക്ടിമാണ് വാദി ആയിട്ട് കോടതിയിൽ എത്തുന്നത്, അല്ലെ? അല്ലെങ്കിൽ ആ വ്യക്തിക്കാണ് പ്രശ്നം പറ്റിയത്. ഒഫൻഡർ ആരാണ്? അതാണ് പ്രതി. അപ്പൊ ആ വിക്ടിമും ഒഫൻഡറുമായിട്ട് ഒരു മീഡിയേഷൻ നടത്തി എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ? ഇപ്പൊ ഞാൻ ഒരു ഒഫൻഡർ പോയിട്ട് ഒരു വ്യക്തിയുടെ കയ്യോ കാലോ തല്ലി ഒടിച്ചിട്ട് അത് ചിലപ്പോൾ ഒത്തുതീർപ്പിലേക്ക് പോകില്ല. ആരെങ്കിലും എന്താ പറയേണ്ടത്, ജീവന് ഹാനിയാക്കിയാൽ അത് ചിലപ്പോൾ ഒത്തുതീർപ്പിലേക്ക് പോകില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ കട അടിച്ചു പൊളിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാഹനത്തിന് കേടുപാട് വരുത്തി ഇരിക്കട്ടെ,
അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത് നമുക്ക് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാം. ഒരു കേസ് കൊടുക്കും. ആ ഒരു സമയത്ത് എന്താ പറയേണ്ടത്, ഒരു 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 ഹീറ്റിന്റെ പുറത്ത് ഒരുപക്ഷെ അത് കേസാകും, കോടതിയിലെത്തും. പക്ഷേ കോടതി ഇതിന് ശ്രമിക്കും. എന്താ പറയേണ്ടത്, അവര് തങ്ങളിൽ ഒരു മീഡിയേഷൻ നടത്താനായിട്ടുള്ള ആ ഒരു ശ്രമം. അതേപോലെ സാമ്പത്തിക ഇടപാടുകളിലും ഈ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്, കോടതിയുടെ അറിവോട് കൂടിയുള്ള ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ അവിടെയും മീഡിയേഷൻ. അപ്പൊ ഈ മീഡിയേഷൻ നടത്തുന്നതിന് പ്രത്യേകം ആൾക്കാരുണ്ട് കോടതിക്ക്. ഇപ്പൊ കോടതി അങ്ങനെ അവരുടെ അടുത്തേക്ക് ഈ കേസിനെ അങ്ങ് നീക്കും, മീഡിയേഷൻ ചെയ്യുന്നതിന് വേണ്ടി. അവര് മീഡിയേഷൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് തിരിച്ചു കോടതിയിൽ കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താ പറയേണ്ടത്, കോടതി ആ ഒരു കേസ് പിരിച്ചുവിടുന്നത്. അപ്പോ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നുള്ളതാണ്. അപ്പൊ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനകത്ത് വരുന്ന പ്രധാന ഫോക്കസ് ഒന്ന് ഇസ് ഓൺ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, റീകൺസിലിയേഷൻ, വീണ്ടും പഴയതുപോലെ ആക്കുക, നോർമൽ ആക്കി കൊണ്ടുവരിക, ആൻഡ് റെപ്പറേഷൻസ് എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് പറയാം. ഓക്കെ, സോ എന്താണ് ആ ഒരു മെയിൻ ഡിഫറൻസ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വേഴ്സസ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, കൺഫൈൻമെന്റ് അവിടെ വരുന്നു അല്ലെ, അവിടെ അടച്ചിടുന്നു എന്നുള്ളതാണ്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺഫൈൻമെന്റ് വരുന്നില്ല, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടാണ് അത് വരിക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായിട്ട് ഒരു വ്യക്തിക്ക് കോടതിക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ ഒരു പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായിട്ട് ചിലപ്പം വല്ല ഓൾഡ് ഏജ് ഹോംസിൽ ഇത്ര മണിക്കൂർ അവിടെ പോയി ജോലി ചെയ്യണം എന്നൊക്കെയുള്ള, മീൻസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. അങ്ങനെയാണ് ആ ഒരു കറക്ഷൻസ് അവിടെ വരിക. ഇനി തിരിച്ച് നമ്മൾ ഈ ഡിഫറൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് അവരെ ഡിസിപ്ലിൻ ആൻഡ് റെഫർമേഷൻ ആണ്. വീണ്ടും മര്യാദക്കാരാക്കി കൊണ്ടുവന്ന് അതോടൊപ്പം അവരുടെ റെഫർമേഷനും കൂടെ വരുന്നത്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോക്കസ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ആൻഡ് റീ ഇന്റഗ്രേഷനിലാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോക്കസ് ബേസിക്കലി വരിക. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സിൽ ആ ഒരു ലിബർട്ടി, ഫ്രീഡം എന്ന് പറയുന്നത് 100% റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡിൽ അവർക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷേ ദാറ്റ് ഫ്രീഡം കംസ് അണ്ടർ ദ സൂപ്പർവിഷൻ. ഓക്കെ, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താ, അത് സ്റ്റേറ്റിന് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ചെലവേറിയതാണ്, കോസ്റ്റ്ലി ആണ്, ഒത്തിരി അധികം റിസോഴ്സ് ഇന്റൻസീവ് ആണ്. റിസോഴ്സ് ഇന്റൻസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രിസണിൽ തന്നെ ഒരുപാടധികം ഗാർഡ്സ് വേണം, പോലീസുകാർ വേണം ഈ പ്രിസണേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അത് അവരുടെ ശമ്പളം, അതിന്റെ കോസ്റ്റ്, ബിൽഡിങ്ങിന് മെയിൻറ്റെയിൻ ചെയ്യണം, ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കോസ്റ്റ് തന്നെയാണ്. ഫ്രീ ആയിട്ട് അവർക്ക് ഭക്ഷണവും കൊടുക്കണം അല്ലെ. എന്നാൽ ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അത് സീറോ കോസ്റ്റിലല്ല പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്രൊബേഷൻ നടക്കുമ്പം പ്രൊബേഷൻ ഓഫീസേഴ്സ് അവിടെ വേണം അല്ലെ. അപ്പൊ അവിടെയും കോസ്റ്റ് ഉണ്ട്, പക്ഷെ പ്രിസൺ നടത്തുന്ന അത്ര കോസ്റ്റ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മൾ ഓർക്കുക, സോ സോഷ്യൽ വർക്കേഴ്സ് ആർ ദ പ്രൊഫഷണൽസ് ഇൻവോൾവ്ഡ് ഇൻ റീഹാബിലിറ്റേഷൻ. സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പോ ഒരു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു റോൾ എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കിനകത്ത് വരിക. അപ്പൊ സ്പെസിഫിക്കലി റോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീ സെന്റൻസ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താം, അത് കൗൺസിലിംഗ് ഒക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. റീഹാബിലിറ്റേഷൻ പ്ലാൻസ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ആ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് ആഫ്റ്റർ കെയർ പ്രോഗ്രാംസ് മാനേജ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരിക. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 2 ലെസണിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതികൾ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഇവിടെ ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. വൺ വാസ് എന്താണ്, ആ ഒരു ബേസിക്സ് ഓഫ് കറക്ഷണൽ സോഷ്യൽ വർക്ക്, പിന്നെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്താണ് എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ് എ കറക്ഷണൽ സോഷ്യൽ വർക്കർ എന്നുള്ളതാണ് നമുക്ക് ഇനി സ്പെസിഫിക് ആയിട്ട് നോക്കാനായിട്ട് അതിനകത്ത് പറയുന്നത്. അപ്പൊ ഒരു സോഷ്യൽ വർക്കറുടെ റോൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിയാലേ, ഞാൻ ആ സിലബസ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യട്ടെ.
ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാട്ട് ഇസ് ഇറ്റ് മേക്സ് ഇറ്റ് ഡിഫറെന്റ്, എന്തുകൊണ്ട് നമുക്കത് ഒന്നും കൂടെ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോ ഇവിടെ സ്പെസിഫിക്കലി റോൾസ് ഓഫ് കറക്ഷണൽ സോഷ്യൽ വർക്കർ ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അസസ്മെന്റ് ഒരു ഇതായിട്ട് അവിടെ വരുന്നത്. സോ വാട്ട് ആർ യു ഗോയിങ് ടു അസസ്മെന്റ് വരുന്നത്, കേസ് വർക്ക് അവിടെ വരുന്നത്, ഗ്രൂപ്പ് വർക്ക് അവിടെ വരുന്നത്, കൗൺസിലിംഗ് അവിടെ വരുന്നത്, ഫാമിലി ഇന്റർവെൻഷൻ വരുന്നത്, അഡ്വക്കേസി വരുന്നത്, റീഹാബിലിറ്റേഷൻ പ്ലാനിങ് വരുന്നത്, റീഇന്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അവിടെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കറിന്റെ റോൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സോഷ്യൽ വർക്കറുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഓരോന്നും നമ്മൾ നോക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കിപ്പോയിട്ടുണ്ട് അല്ലെ. ആ ഒരു റോൾ ഓഫ് വർക്ക്, ഇവിടെയും റോൾ ഓഫ് വർക്ക് ഇൻ റെമഡിയൽ, പ്രിവെന്റീവ് ആൻഡ് ഡെവലപ്മെന്റൽ മോഡൽസ് ആണ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പഴയ സിലബസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഷ്യൽ വർക്കറുടെ റോൾ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് അങ്ങ് നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പം 3 സാഹചര്യത്തിൽ പറയുന്നു. ഒന്ന് റെമഡിയൽ, ഒന്ന് പ്രിവെന്റീവ്, ഒന്ന് ഡെവലപ്മെന്റൽ മോഡൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു റെമഡിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഓൾറെഡി ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിനെ നേരെയാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് റെമഡിയൽ. പ്രിവെന്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇനി അങ്ങനെ ഒരു സംഭവം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പ്രവൃത്തികൾ. ആൻഡ് ഡെവലപ്മെന്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു പക്ഷെ ഒരു സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ വ്യക്തിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുക. അപ്പൊ ഈ 3 മോഡൽസിലും എന്താണ് സോഷ്യൽ വർക്കിന്റെ റോൾ എന്നുള്ളതാണ് സ്പെസിഫിക്. അപ്പൊ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എങ്ങനെ ഈ മോഡൽസിൽ അത് ആക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കണം. ബാക്കി നമ്മൾ ഏതിൽ നോക്കിയിരുന്നാലും സ്പെസിഫിക്കലി ആ ഒരു റോൾസ് എന്നുള്ള രീതിയിൽ ഇത് ഉണ്ട്. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കേസ് വർക്കർ ആസ് എ പ്രൊഫഷണൽ ഹെൽപ്പർ. അപ്പൊ കണ്ട സോഷ്യൽ വർക്കിന്റെ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കറിന്റെ സാഹചര്യം മാറുന്നതനുസരിച്ച് റോൾസ് അങ്ങ് മാറി മാറി വരും അല്ലെ. ഇപ്പൊ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോൾ, ഫങ്ഷൻ, സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് വർക്കർ അവിടെ വരുന്നു. ഇനി എന്താ പറയണ്ടേ, വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനില് ഇവിടെയും വരുന്നുണ്ട് റോൾ ഓഫ് ദ സോഷ്യൽ വർക്കർ ഇൻ ഈച്ച്. അപ്പൊ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് അപ്രോച്ചസ് നോക്കണം. വളരെ സിമിലർ ആണ് ഈ ഒരു അപ്രോച്ചും മോഡൽസും എന്ന് പറയാം. ബട്ട് അതിനകത്ത് ചെറിയ ഡിഫറൻസസും ഉണ്ട്. ഇവിടെ നമുക്ക് ജാക്ക് റോത്ത്മന്റെ മോഡൽ, മാറി വെയിലിന്റെ മോഡൽസ് ആണ് നമുക്ക് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിന് എന്തൊക്കെയാണ് അവിടെ വേണ്ടി വരുന്ന ആ ഒരു അപ്രോച്ചസ് എന്നുള്ളത് പ്രത്യേകിച്ച്. സോ അതെല്ലാം ഡിഫറെന്റ് ആയിട്ട് ഒരു തരത്തിലുള്ള ഒരു ഓവർലാപ്പും വരാതെയാണ് ആ ഒരു സിലബസ് തന്നെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് പോയിട്ടുള്ളത്. സോ എല്ലാ ടോപ്പിക്സിനും അതിൻ്റെതായ ഒരു പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് കണക്കാക്കാം. ഇത് ഇങ്ങനെയും ചിന്തിച്ച് നോക്കിക്കോളൂ. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 സബ് ടോപ്പിക്സേ ഉള്ളൂ. പക്ഷെ ഇവിടെയും 10 മാർക്കിന്റെ ചോദ്യം വരും. അപ്പൊ ഒന്നിലധികം ചോദ്യങ്ങൾ ഏതെങ്കിലും ഒക്കെ സബ് ടോപ്പിക്സിൽ നിന്ന് വരാം. ഇനി ആ സബ് ടോപ്പിക്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചിഴിഞ്ഞിറങ്ങി ചെല്ലുന്നത്, എന്താണ് ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ കറക്ഷണൽ സോഷ്യൽ വർക്കിൽ എന്താണ് ഈ ഒരു വെൽഫെയർ ഓഫീസറിന്റെ റോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വെൽഫെയർ ഓഫീസറിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്തിരിക്കും പരീക്ഷയുടെ ചോദ്യങ്ങൾ നമുക്ക് വരുമ്പോഴേ. സോ അങ്ങനെയാണ് നമുക്ക് ആ ഒരു സിലബസ് വീണ്ടും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരിക. സോ ഇനി ഐ വിൽ ജസ്റ്റ് ഷോ യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ആ ഒരു ചോദ്യങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം അതിന്റെ ഓരോന്നിന്റെയും ആൻസേഴ്സ് ഒന്ന് പറയാനുള്ള ആ ഒരു ശ്രമം നടത്തുക. ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Under which act are prisons in India primarily governed? നമ്മളത് ആ ഒരു എന്താ പറയേണ്ടത് ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന് അതുകൊണ്ട് ഇവിടെ ചോദ്യവും വന്നു എന്നുള്ളതാണ്. യു ക്യാൻ പുട്ട് ദി ആൻസർ. അത് ചാറ്റ് ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് പറയാം അല്ലെ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രിസൺസ് ആക്ട് 1894 ആണ്. അതാണ് ആ ഒരു പ്രിസൺസിനെ ഗൈഡ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുമ്പോ നമുക്ക് കുട്ടം കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കേണ്ടിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. വിച്ച് ടൈപ്പ് ഓഫ് prison houses inmates sentenced to terms exceeding 2 years?
2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട വരുന്ന സാഹചര്യത്തിൽ അവർ ഏത് തരം ജയിലിൽ പോകും? സബ് ജയിലാണോ, ഡിസ്ട്രിക്ട് ജയിലാണോ, സെൻട്രൽ ജയിലാണോ, അതോ ഒരു ഓപ്പൺ ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ്. യെസ്, യു ആർ റൈറ്റ്. ഇത് ഓപ്ഷൻ സി തന്നെയാണ്. സെൻട്രൽ ജയിലിലേക്കാണ് ഇവര് പോവുക എന്നുള്ളത്. ഇനി ആ ഒരു ഓപ്പൺ ജയിൽസിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഓപ്പൺ ജയിൽസ് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലെ? അപ്പോ എന്താ പറയേണ്ടത്? ഓപ്പൺ പ്രിസൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ട്രസ്റ്റിൽ ആണ് ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. ട്രസ്റ്റ്, വർക്ക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗ്രാജുവലി പതുക്കെ വീണ്ടും അവർക്കൊരു സൊസൈറ്റിയിലോട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ അവർക്ക് അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഓപ്പൺ പ്രിസൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ ഇറങ്ങിപ്പോയി തന്നെ അവർക്ക് ജോലികൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ ജോലികൾ ചെയ്തിട്ട് തിരിച്ചവർ വരണം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഈ ഓപ്പൺ പ്രസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യെസ്, ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിറ്റി ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ്. ഇനി ചോദ്യം നമ്പർ 4 ഇതാണ്. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക്കലി കേറ്റേഴ്സ് ടു അഡോളസെന്റ് ഒഫൻഡേഴ്സ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്നാൽ അഡോളസെന്റ് ആയിട്ടുള്ളവർ സബ് ജയിലിലും പോകാം. ആ ഒരു അഡോളസെന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് കൂടുതലാണ് ശിക്ഷ വന്നിരിക്കുന്ന ഒരു അഡൽട്ടായി കണക്കാക്കി ആ വ്യക്തിയുടെ ട്രയൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്ലോസ് ഉണ്ടല്ലേ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ തന്നെ നോക്കിയാൽ 16നും 18നും ഇടയിൽ പ്രായമുള്ളവര് ക്രൂരമായ ഹീനങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്, ലൈക്ക് റേപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു അഡൽട്ടായി കണക്കാക്കി തന്നെ അവർക്ക് ആ ഒരു ശിക്ഷയും വരും. അപ്പൊ ശിക്ഷയും അഡൽട്ടിന്റെ ശിക്ഷ തന്നെയായിരിക്കും അവർക്കും അവിടെ വരിക. പക്ഷെ വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനും കൂടെ അത് പോകും എന്നുള്ളതാണ്. ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ ഫോക്കസ് എന്താണ്? പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ജുവനൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് കെയർ ആണ് ജുവനൈൽ ജസ്റ്റിസിന്റെ ആ ഒരു പ്രധാന ഫോക്കസ് എന്ന് നമുക്ക് പറയാം. 6ാമത്തെ ചോദ്യം ഇതാണ്. പ്രൊട്ടക്റ്റീവ് ഹോംസ് എന്തിനു വേണ്ടിയിട്ടാണ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ? അത് ഇന്ത്യൻ പീനൽ കോഡ് ആണോ, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ആണോ, ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ആണോ, അതോ ചൈൽഡ് ലേബർ ആക്ട്? പ്രൊട്ടക്റ്റീവ് ഹോംസ് കുട്ടികൾക്കല്ല, പ്രൊട്ടക്റ്റീവ് ഹോംസ് സ്ത്രീകൾക്കാണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് ഹോംസ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ യു മസ്റ്റ് തിങ്ക് ഇൻ യുവർ മൈൻഡ് അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മോറൽ ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പ്രൊട്ടക്റ്റീവ് ഹോമിലേക്ക് പോകുന്നത് എന്ന് മറ്റു കാരണങ്ങൾക്ക് ഉപയോഗിക്കും. പക്ഷെ ഈ ഒരു ആക്ട് ഉപയോഗിച്ച് തന്നെയാണ് പ്രൊട്ടക്റ്റീവ് ഹോമിനെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്പർ 7, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് വിത്ത് പേഴ്സൺസ് പീനലൈസ്ഡ് ഫോർ ബെഗിങ് ആർ. ബെഗിങ്ങിന് ഓക്കെ, കേരളത്തിൽ ഇല്ല ആ ഒരു നിയമം അല്ലെ. ബെഗിങ് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമമൊന്നും നമുക്ക് ഇവിടെ ഇല്ല, ബോംബെയിലാണ് അതുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന്റെ ആൻസർ ബെഗർ ഹോംസ് തന്നെയാണ്. അതിൽ തന്നെ ഉണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി പ്രൊബേഷനെ റിലേറ്റ് ചെയ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. പ്രൊബേഷൻ അലൗസ് ആൻ ഒഫൻഡർ ടു. അപ്പൊ പ്രൊബേഷൻ എന്ന ആ ഒരു ടൂൾ ഒഫൻഡർക്ക് എന്ത് സഹായമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സംഗതിയാണ് അവിടെ കൊടുക്കുന്നത്? ഓപ്ഷൻ സി തന്നെയാണ് അല്ലെ, ലിവ് ഇൻ ദ കമ്മ്യൂണിറ്റി അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് അനുസരിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി ഈ കൊടുത്തിരിക്കുന്ന 4 ഡെഫിനിഷൻസിൽ നിന്ന് പരോളിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? വാട്ട് ഡു യു തിങ്ക് is the best description for parole? Unconditional discharge ആണോ? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് തിരിച്ചു അയച്ചു വിട്ടു അതാണോ? അതോ ടെമ്പററി റിലീസ് ഫോർ ട്രയൽ ആണോ പരോൾ എന്ന് പറയുന്നത്? അതോ കണ്ടീഷണൽ റിലീസ് ഓഫ് എ പ്രിസണർ ബിഫോർ completion of sentence, or is it a substitute for sentencing? ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ അല്ലെ. ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു റിലീസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. നമ്പർ 10, ആഫ്റ്റർ കെയർ സർവീസസ് ആർ പ്രൊവൈഡഡ് ഫോർ വാട്ട്? അല്ലെങ്കിൽ അത് എപ്പോഴാണ് ആഫ്റ്റർ കെയർ സർവീസസ് വരുന്നത്? യെസ്, ഇവിടെയും ഓപ്ഷൻ സി തന്നെയാണ്.
ആഫ്റ്റർ റിലീസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റഡി. സി, ഈ ഒരു ആഫ്റ്റർ കെയർ സർവീസ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റഡിക്ക് ആവശ്യം വരത്തില്ല. കാരണം എന്താണ്? നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റഡിയിൽ ഈ ആഫ്റ്റർ സർവീസ് ബിൽറ്റ് ഇൻ ആണ്. കാരണം തിരിച്ച് ആ ഒരു സമൂഹത്തിലേക്കുള്ള ഇന്റഗ്രേഷൻ ഇസ് ഓൾറെഡി ബിൽറ്റ് ഇൻ ടു ദാറ്റ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റി. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റിയിൽ അതില്ലാത്തത് കൊണ്ട് ആഫ്റ്റർ കെയർ നമുക്ക് അവിടെ വേണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 11. The core aim of aftercare is, aftercareന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? Again, പ്രൊവൈഡ് സോഷ്യൽ റീഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ട് അവർക്കൊരു സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. Number 12, which of the following is not a non-institutional method of correction? 4 or 5 നോട്ട് ക്വസ്റ്റ്യൻസ് വരുമേ, പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ നോട്ട് നമ്മൾ വായിച്ചില്ല, നമ്മൾ ആ വാക്കിനെ കണ്ടില്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻസ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ പോലെ നമുക്ക് തോന്നും. അങ്ങനെ എപ്പോ തോന്നിയാലും നമ്മളൊന്ന് ചിന്തിക്കുക, ഇതൊരു നോട്ട് ക്വസ്റ്റ്യൻ ആണോ? ആ ക്വസ്റ്റ്യനെ വീണ്ടും ഒന്നും കൂടെ വായിക്കുക. അത് നമ്മുടെ കണ്ണിന്റെ ഒരു മായയാണത്. അത് എന്താ പറയേണ്ടത്, കണ്ണെല്ലാ വാക്കുകളും കാണില്ല. കാരണം നമ്മൾ വായിക്കുന്നത് തന്നെ അങ്ങനെയാ. നമ്മൾ വായിക്കുന്നത് 1 to 12 എന്നല്ല വായിക്കുന്നത്. ഈ 12ന്റെ ഇമേജ് ഒറ്റ നോട്ടത്തിൽ കണ്ട് നമ്മൾ ആ ഇമേജ് ആണ് വായിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഈ ഇമേജസ് ഇതിനെ ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോ നമ്മുടെ മൈൻഡ് ആദ്യം പുറത്തോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളെ അത് ഇങ്ങനെ തെരഞ്ഞെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. കാരണം എല്ലാം മില്ലി സെക്കൻഡ്സിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലേ. അപ്പോ ഈ നോട്ട് എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു വാക്കായതുകൊണ്ട് അത് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. അപ്പൊ ഒന്നും കൂടെ നമ്മൾ അതിനെ വീണ്ടും റെക്കഗ്നൈസ് ചെയ്ത് വരണം അല്ലെ. അപ്പൊ ഇവിടെ പ്രൊട്ടക്റ്റീവ് ഹോം ആണ് അതിന്റെ എന്താ പറയേണ്ടത്, ഒരു നോട്ട് എ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് ഓഫ് കറക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് തന്നെയാണ്. ഇനി ആ ഒരു പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഏത് വർഷത്തിലാണ് അത് വന്നത്? ഇറ്റ് വാസ് ഇൻ 1958. ഇങ്ങനെയുള്ള ഈ വർഷങ്ങള് ഈ നിയമങ്ങളുടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ നിയമങ്ങൾക്കും ഒരു ചീറ്റ് ഷീറ്റ് ഞാൻ തയ്യാറാക്കി തരാം. വിച്ച് പ്രിൻസിപ്പിൾ ഡസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻ നോട്ട് റിലൈ ഓൺ? വീണ്ടും ഒരു നോട്ട് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്താ പറയേണ്ടത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻ ഏത് പ്രിൻസിപ്പിളിൽ റിലൈ ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ ആ ഒരു ചോദ്യം. സോ നമുക്കറിയാം, റീഹാബിലിറ്റേഷനിൽ അത് വിശ്വസിക്കുന്നു, റീഇൻറ്റഗ്രേഷനിൽ അത് വിശ്വസിക്കുന്നു, റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് മറ്റൊരു പ്രിൻസിപ്പിൾ ആണ്. പക്ഷേ ഐസൊലേഷൻ, ഒറ്റപ്പെടുത്തൽ, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് കറക്ഷൻ സിസ്റ്റത്തിലാണ് ഐസൊലേഷൻ വരിക. ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് ഇടുക, അടയ്ക്കുക ജയിലിൽ അല്ലേ. അടുത്തത്, which institution temporarily houses juveniles awaiting inquiry or trial? അപ്പൊ അവരുടെ ആ ഒരു ട്രയൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും പോവുക? ടെമ്പററി ജുവനൈൽ ഹോം എന്ന് നമ്മൾ പറഞ്ഞത് ഒബ്സർവേഷൻ ഹോംസ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലെ. സോ ദാറ്റ് ബ്രിങ്സ് us to the end of ഈ ഒരു രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഐ വുഡ് ലൈക്ക് യു ടു ഡു ഇസ്, ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് നീങ്ങണം വിത്ത് ദി ലെസൺസ് ആൻഡ് ദ ക്ലാസ്സസ്. അപ്പോ ഇനി നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഞാൻ തരുന്നതെന്ന് പറഞ്ഞാല്, ഗോ ത്രൂ ദ നോട്ട്സ് ഫോർ ദ റിമൈനിങ്. അതായത് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും, ഈ മോഡ്യൂൾ 10ന്റെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ ഒന്ന് പോവുക, ഒന്ന് വായിക്കുക, വായിച്ചു നോക്കുക. ഇതിനകത്ത് ഇനി റോൾസ് ഓഫ് കറക്ഷണൽ സോഷ്യൽ വർക്കർ ഉണ്ട്. അപ്പൊ അതിനകത്ത് വാട്ട് ഈസ് അസസ്മെന്റ്? അസസ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നതിന്റെ ഫൗണ്ടേഷൻ ആയിട്ടാണ് നമ്മൾ അസസ്മെന്റിനെ കണക്കാക്കേണ്ടത്. അല്ലെങ്കിൽ അസസ്മെന്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്നുള്ളത്. സോ ഇവിടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി അവിടെ നടത്തുകയാണ്. ആ ഒരു ഒഫൻഡറുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുന്ന, പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന, ആ ഒഫൻഡറുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഇത് ഒക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക? ആ വ്യക്തിയുടെ ക്രിമിനൽ ബിഹേവിയറിന് ഉള്ള കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇതിന് 2 കാര്യങ്ങളുണ്ട് ഈ അസസ്മെന്റിന്. ഒന്ന്, അത് ഡയഗ്നോസ്റ്റിക് ആണ്. മറ്റൊന്ന് അത് പ്രിവെന്റീവും കൂടിയാണ്, പ്രെഡിക്റ്റീവും കൂടിയാണ്.
അപ്പൊ പ്രഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില ഡയഗ്നോസിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തുന്നു. ആ ഒരു സിംറ്റംസ് നോക്കിയിട്ടല്ലേ ഡോക്ടേഴ്സ് ഡയഗ്നോസിസ് നടത്തുന്നത്. അതേപോലെയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്. ആ വ്യക്തി കാണിക്കുന്ന സിംറ്റംസ് എന്താണോ അത് അനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ ആണ് എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത്. അപ്പം ആ ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വ്യക്തി ഏത് രീതിയിലായിരിക്കും തുടർന്ന് അങ്ങോട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രെഡിക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അസസ്മെന്റിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് സൈക്കോ സോഷ്യൽ ഇവാലുവേഷൻ അവിടെ നടത്തും. സൈക്കോ സോഷ്യൽ എന്തൊക്കെയാണ് വരുന്നത്? ഫാമിലി ഹിസ്റ്ററി അവിടെ വരും, ആ വ്യക്തിയുടെ എഡ്യൂക്കേഷൻ, ആ വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത്, ആ വ്യക്തിയുടെ പിയർ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഉണ്ടോ, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും അവിടെ കണക്കിലെടുക്കും എന്നുള്ളതാണ്. എന്നിട്ട് ഒരു റിസ്ക് അസസ്മെന്റ് നടത്തും അടുത്ത സ്റ്റേജ് ആയിട്ട്. അപ്പോ റിസ്ക് അസസ്മെന്റിൽ എന്താണ്? വീണ്ടും ഒഫൻസ് ചെയ്യാനുള്ള സാധ്യത ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് റിസ്ക് അസസ്മെന്റിലൂടെ നമ്മൾ അവിടെ നടത്തുക. അപ്പൊ അതിന് ചില ടൂൾസ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോ എന്താ പറയേണ്ടത്? ഒന്ന് LS1 അതിന് ഉപയോഗിക്കുന്ന LSI അതിന് ഉപയോഗിക്കുന്ന ഒന്നാണ്. LSI എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ലെവൽ ഓഫ് സർവീസ് ഇൻവെന്ററി എന്നുള്ളത്. അതൊരു ടൂളാണ്. അതിനെ ഇപ്പൊ അതിനെ പുതുക്കിയിട്ടുണ്ട്, അതിനെ റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ LSI 6 ആണ് ഇപ്പൊ അതിന് ഉപയോഗിക്കുന്നത്. ആൻഡ് സ്റ്റാറ്റിക് 99 എന്ന് പറയുന്ന മറ്റൊരു ടൂളും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. റിസ്ക് അസസ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് അധികം ചോദ്യങ്ങൾ കാണും. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ആ സാഹചര്യം മനസ്സിലാക്കി അതിനൊരു ആൻസർ കൊടുക്കേണ്ടത്. ആൻഡ് ഫൈനലി അതിനൊരു സ്കോർ കിട്ടും. ആ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൂടുതൽ നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്തിവരാനായിട്ട് പറ്റും. പിന്നെ ആ റിസ്ക് അസസ്മെന്റ് കഴിഞ്ഞാൽ നീഡ്സ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ്സ് അസസ്മെന്റ് ആണ് പിന്നെ അവിടെ നടത്തുക. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ നീഡ്സ് അസസ്മെന്റിലാണ് ആ ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പഠിക്കുക. സബ്സ്റ്റൻസ് അബ്യൂസ് അവിടെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ഉണ്ടോ, കഞ്ചാവ് പോലെയൊക്കെയുള്ള സംഗതികൾ ഉപയോഗിക്കുന്നുണ്ടോ, ഹൗസിംഗിന്റെ കാര്യം എന്താണ്, വൊക്കേഷണൽ നീഡ്സ്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാണ്. കാരണം എന്താ? ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ഇവിടെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, അസസ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് ആ അസസ്മെന്റ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും നമ്മൾ അത് വീണ്ടും ഫ്രം ടൈം ടു ടൈം നമ്മൾ അത് നടത്തിക്കൊണ്ടേയിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി. ആ ഒരു വ്യക്തിയുടെ പ്രിസണിലേക്കുള്ള എൻട്രി മുതൽ തുടങ്ങി ആ ഒരു പ്രിസന്റെ റിലീസ് സമയം വരെ എന്താ പറയണ്ട ഈ ഒരു അസസ്മെന്റ് നടക്കും എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം കേസ് വർക്ക് എന്ന് പറയുന്നത്. കേസ് വർക്ക് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലെ, ഒരു മോഡ്യൂൾ തന്നെ നമുക്ക് അതിനകത്തുണ്ട്. ആ കേസ് വർക്ക് തന്നെയാണ് ഈ കേസ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കേസ് വർക്കിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ സപ്പോർട്ട് കൊടുക്കുക, ഗ്രൂപ്പ് ആയിട്ടല്ല ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതൊരു 1-to-1 മെത്തേഡ് ആണ് അല്ലെ, ഒരു വ്യക്തിയെ മാത്രം വെച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ റീഇന്റഗ്രേഷൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്? ആ വ്യക്തിയുടെ പേഴ്സണൽ പ്രോബ്ലംസ്, ആ വ്യക്തിയുടെ സോഷ്യൽ പ്രോബ്ലംസ്, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കാണിക്കുന്നു. അപ്പോ ഈ കേസ് വർക്കിൽ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് വരിക? ഒന്ന്, ആ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മ്യൂച്വൽ റെസ്പെക്ട്, കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണത്. എന്നിട്ട് വീണ്ടും ആ ഒരു വ്യക്തിയുടെ ക്രിമിനൽ ബിഹേവിയറിനുള്ള റൂട്ട് കോസിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്ലാൻ അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഒരുപക്ഷെ തെറാപ്പി കൊണ്ടുവരാം, എഡ്യൂക്കേഷൻ കൊണ്ടുവരാം, ലീഗൽ കോർഡിനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പക്ഷെ അതെല്ലാം ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ആ വ്യക്തി നേരിടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്രൈസിസ്, ലൈക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണോ, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ, അങ്ങനെയുള്ള ക്രൈസിസിനുള്ള സൊല്യൂഷനും കൂടെ ഇവിടെ കാണും. ഇനി ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കളക്റ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ആക്ഷൻ ആണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് വർക്ക് ആക്ച്വലി അവിടെ നമ്മൾ പവർ ഓഫ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ആണ് ശരിക്കും ഇതിനെ ഉപയോഗിക്കുന്നത്. ആ ഗ്രൂപ്പ് വർക്കിന്റെ പിന്നിൽ ഒരു സയൻസ് എന്ന് പറയുന്നത് ഇസ് ദ പവർ ഓഫ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെരുമാറുന്നതും മനുഷ്യൻ ഒരു ഗ്രൂപ്പിലായി കഴിയുമ്പോൾ പെരുമാറുന്നതും ആ സെയിം വ്യക്തി തന്നെ രണ്ട് രീതിയിൽ പെരുമാറിക്കളയും. ഗ്രൂപ്പ് ഇസ് മോർ പവർഫുൾ ഓൾവേസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത്? മെയിൻ ടൈപ്സ് ഓഫ്
ഇന്റർവെൻഷൻസ് നമ്മൾ നോക്കുന്നത് ഒന്ന് അവര് സൈക്കോ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഫോം ചെയ്തെടുക്കാം. അപ്പോ എന്താ പറയേണ്ടത്, അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ആങ്കർ മാനേജ്മെന്റ് പോലെ, സബ്സ്റ്റൻസ് അബ്യൂസ് അല്ല സബ്സ്റ്റൻസ് യൂസ് നമുക്ക് തടയുക എന്നൊക്കെയുള്ള അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അവിടെ പ്രവർത്തിക്കാം. അപ്പൊ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, അവർക്ക് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചർച്ചകൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് സൈക്കോ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാനായിട്ട് കഴിയുന്നത്. ദാറ്റ് ഇസ് വൺ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തെറാപ്പി ബേസ്ഡ് ആയിട്ട് തെറാപ്യൂട്ടിക് ഗ്രൂപ്പ്സ് എന്ന് പറയാം. അപ്പോ എന്താ പറയേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു 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 വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. ഇനി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അവിടെ കൊണ്ടുവരാം. പലതരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, ബഡ്ജറ്റിംഗ്, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒഫൻഡേഴ്സിന് ആ ഒരു ഐസൊലേഷനിൽ നിന്ന് സോഷ്യൽ പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ ഒരു 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 സൊസൈറ്റി വിതിൻ ദ ജയിൽ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറും ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. ആൻഡ് ദെൻ കംസ് ദ ഇൻഫേമസ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നത് അവരുടെ ആ തകർന്നു പോയിട്ടുള്ള അവരുടെ ഇമോഷൻസിനെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരിക. സോ ഇറ്റ്സ് ആൻ ഇമോഷണൽ റിക്കവറി ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിയർ. അപ്പൊ കൗൺസിലിംഗ് ബേസിക്കലി എന്താണ്, അവർ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രഗിൾസിൽ നിന്ന് അവർക്ക് ഒരു മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നത്. സ്പെസിഫിക്കലി എപ്പോഴും ഓർത്തോളുക, യു ആർ ഓൾവേസ് ഡീലിംഗ് വിത്ത് ഒഫൻഡേഴ്സ് ഇവിടെ. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉള്ള ഒരു സെറ്റിംഗ് അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കി ആ ഫീലിങ്സ് അവരെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി കൗൺസിലിംഗ് തന്നെ പല ടൈപ്സ് ഉണ്ട്. മോസ്റ്റ് കോമൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. അപ്പൊ അവിടെ എന്താ പറയേണ്ടത്, ആ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. ട്രോമ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒഫൻഡേഴ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഒരു 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 പ്രശ്നം എന്ന് പറയുന്നത് ഇസ് ഗിൽറ്റ്. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു കുറ്റബോധം വരുന്നത്. അപ്പൊ അതിനെ മാനേജ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം അവരെ. ഇനി പ്രിസൺ ലൈഫുമായിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും വെൽഫെയർ ഓഫീസർ അവരെ പഠിപ്പിക്കും. ഓക്കെ, പിന്നെ ഒരു മോട്ടിവേഷണൽ ഇന്റർവെൻഷൻ അവിടെ നടത്തും. അപ്പോ പിന്നെ അവർക്ക് എന്താ പറയേണ്ടത്, അവർക്കൊരു എൻകറേജ്മെന്റ് കൊണ്ടുവരിക, അവരെ എൻകറേജ് ചെയ്ത് അവര് തന്നെ അവരിൽ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് CBT ഇതിനകത്ത് ഉപയോഗിക്കും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇതിന് ഉപയോഗിക്കും. അപ്പൊ ബേസിക്കലി നമുക്കറിയാം നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ബിഹേവിയേഴ്സും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് CBT ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെ. അപ്പൊ കൗൺസിലിംഗ് ബേസിക്കലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് ഒരു ഗ്രോത്തിലേക്ക് വരട്ടെ, ആൻഡ് ആ ഒരു 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 ഡിസ്പെയറിൽ നിന്ന്, അതായത് അവരുടെ ജീവിതം ആകെ ശൂന്യമായി പോയി എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്ന് അവരുടെ ജീവിതം ഒരു പേർപ്പസ്ഫുൾ ലൈഫ് ആക്കി മാറ്റാം എന്നുള്ളത് എഗെയിൻ അതെല്ലാം കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് വരുന്നു. ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ ഇവിടെ കിടക്കുന്നത് ഇസ് ഫാമിലി ഇന്റർവെൻഷൻ. സോ എന്താണ് ഇവിടെ ഫാമിലി ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓക്കെ, അപ്പൊ ഇവിടെ ഫാമിലിയെ ഇവിടെ കൊണ്ടുവന്ന് ഇടപെടുത്തുക എന്നുള്ളതല്ല, ഈ ഒരു വെൽഫെയർ ഓഫീസർ ഇടപെട്ട് അവരുടെ ഫാമിലിയിൽ തിരിച്ച് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറണം. അവരുടെ റിലേഷൻഷിപ്സ് വീണ്ടും ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് റീഹാബിലിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഒന്ന്, ഒരു ഫാമിലി മീഡിയേഷൻ ഒരു പക്ഷേ ഇവിടെ നടത്താം. എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഫാമിലിയിൽ ഈ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു 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 പരിഹാരമായിട്ട് പ്രവർത്തിക്കാം. പേരന്റൽ സപ്പോർട്ട്. അപ്പൊ പേരൻസിന് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുക? ഒരു പക്ഷേ പേരന്റിങ് സ്കിൽ, ഈ വ്യക്തി തന്നെ ഒരു പേരന്റ് ആണ് എന്ന് വിചാരിക്കുക, ഈ ഒഫൻഡർ. ആ പേരന്റിങ് സ്കിൽസ് എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് പഠിക്കണം, അല്ലെ പഠിപ്പിക്കണം. ഇനി അത് തിരിച്ചു ആകാം, ഈ വ്യക്തി ഒരു കുട്ടിയാകാം. അപ്പൊ എന്താ പറയേണ്ടത്, പേരന്റ് ചൈൽഡ് റിലേഷൻ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ എന്താ പറയേണ്ടത്, പ്രത്യേകിച്ചും എന്താ പറയേണ്ടത്, ഫാമിലി സപ്പോർട്ടുമായി മാറുക.
അവർ ഫാമിലി എനേബിളേഴ്സ് ആയി മാറുന്നതിന് പകരം ഫാമിലി സപ്പോർട്ടീവായി മാറി ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തി തന്നെ കാര്യങ്ങൾ നേരെ ചൊവ്വെ ചെയ്ത് ആ ഒരു റോൾ ക്ലാരിഫിക്കേഷൻ ആണ് അതുകൊണ്ട് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞ ഇവിടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു റോൾ എന്ന് പറയുന്നത് ഇസ് അഡ്വക്കേസി. ഇതാണ് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം, സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ അപ്പൊ എന്താണ് യു ബിക്കം ദ മൗത്ത് പീസ് ഫോർ എ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കുക, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ഇവിടെ ജയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ജയിലിലും ഒഫൻഡേഴ്സ് അവിടെ ഉണ്ട്, അവിടെയും ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോ എന്താ പറയേണ്ടത്, ഹ്യൂമൻ റൈറ്റ്സ്, അവർക്കും റൈറ്റ്സ് ഉണ്ട്, ചില റൈറ്റ്സ് ഉണ്ട്. പ്രിസണേഴ്സ് ആണെങ്കിലും അവർക്കും ഡിഗ്നിറ്റി ഉണ്ട്, അല്ലെ, അന്തസ് എന്നൊക്കെ പറയുന്നത്, റൈറ്റ്. അപ്പൊ അതൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു സഹായം എന്ന് പറഞ്ഞാൽ തീരെ ഒരു അന്തസ്സില്ലാത്ത രീതിയിലായി പോകരുത് പ്രിസണേഴ്സ് പ്രിസണിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. അതും ഉറപ്പുവരുത്തേണ്ടത് എന്താ പറയണ്ടേ ഈ ഒരു അഡ്വക്കേസിയിലൂടെ നടത്തും. അപ്പോ എഗെയിൻ എന്താ പറയണ്ടേ, അവർക്ക് നല്ല എഡ്യൂക്കേഷന് ആക്സസ് കൊടുക്കുക, അവർക്ക് ലീഗൽ എയ്ഡിന് ആക്സസ് കൊടുക്കുക, അവർക്ക് ഹെൽത്ത് കെയറിനുള്ള ആക്സസ് ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ജോലിയാണ് ഈ അഡ്വക്കേസിയിലൂടെ. അപ്പൊ ആ സംവിധാനം ഇല്ല എങ്കിൽ എന്താണ് ഇവിടെ ഈ വെൽഫെയർ ഓഫീസർ ചെയ്യുന്നത്, പോയി മറ്റുള്ളവരോട് പറയുക, ഉത്തരവാദിത്തപ്പെട്ടവരോട് പോയി പറയുക. അതാണ് അഡ്വക്കേസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെന്ന് അവരോട് പറയാം, നോക്ക് ഈ അവസ്ഥ മോശമാണ്, ആ അവസ്ഥ നമുക്ക് മാറ്റണം, ആ അവസ്ഥ മാറ്റാനുള്ള പ്ലാൻ ഇതാ, അതിന്റെ കോസ്റ്റ് ഇത്രയാകും, അങ്ങനെയുള്ള പ്ലാനുകളുമായിട്ട് അവിടെ ചെന്ന് അത് നടത്തുക. ഇനി അഡ്വക്കേസിയിൽ ശരിക്കും സോഷ്യൽ വർക്കിന്റെ അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ ആ ചെന്ന് പറഞ്ഞെടുത്ത് നടന്നില്ല എങ്കിൽ അപ്പോഴേ ആ റൂമിൽ നിന്ന് ഇറങ്ങി അതിന്റെ മുകളിലത്തെ റൂമിലേക്ക് പോയി അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ കണ്ടു പറയണം. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തണം. അതാണ് അഡ്വക്കേസിയുടെ ആ ഒരു 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 സ്ട്രെങ്ത് അല്ലെങ്കിൽ അഡ്വക്കേസിയുടെ ഒരു ആഴം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഡിപ്പാർട്ട്മെന്റൽ പ്രോട്ടോകോൾസ് ഉണ്ടാകും. ആ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ആ ഒരു അഡ്വക്കേസി അവിടെ ചെയ്തു പോകുക. ഈ റീഹാബിലിറ്റേഷൻ പ്ലാനിങ് ഇത് നമ്മൾ തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇതിനകത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഗോൾ സെറ്റിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ ആണോ ഈ വ്യക്തിക്ക് വേണ്ടത്, അതോ ഫാമിലി റീബിൽഡിംഗ് ആണോ ഈ വ്യക്തിക്ക് ഉദ്ദേശിക്കുന്നത്, അതോ ഇനി ആ വ്യക്തിയെ ലഹരി വിമുക്തനാക്കി എടുക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതാണ് അവിടുത്തെ ഗോൾ. അതോ ഇത് മൂന്നും അവിടെ ആവശ്യമുണ്ടോ? ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആ സ്കിൽസ് എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ സ്കിൽസും വരും, ലൈഫ് സ്കിൽസും അതിനകത്ത് വരും. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഇത് രണ്ടും വെവ്വേറെ നമ്മൾ ഈ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ കൊണ്ടുവരണം. പിന്നെ മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയാണ് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു റോളിൽ ഒരു വ്യക്തി ചെയ്യുക. ആൻഡ് ദെൻ കംസ് ദ റീഇന്റഗ്രേഷൻ സപ്പോർട്ട്. അപ്പൊ റീഇന്റഗ്രേഷൻ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രിസണും സൊസൈറ്റിയും രണ്ടും വ്യത്യസ്തമാണല്ലേ. ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് പോലെ അല്ല ഒരു പ്രിസണിൽ ജീവിക്കുന്നത്. കാരണം പ്രിസണില് അതവരുടെ ഫ്രീഡം ഇല്ലാതെയുള്ള ഒരു ലൈഫാണ്, അതിനാണ് പ്രിസൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്ത് ഈ വ്യക്തിയെ തിരിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദാറ്റ് ഇസ് റീഇന്റഗ്രേഷൻ സപ്പോർട്ട്. റീഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഇന്നും ഒക്കെ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തേക്കുന്നത് ഇസ് റീഇന്റഗ്രേഷൻ. ആൻഡ് റീഇന്റഗ്രേഷൻ ഇസ് ദ ഫൈനൽ സ്റ്റേജ് എന്ന് പറയാം. നോക്ക്, ഇത് ഒരു പടിപടിയായി നിങ്ങൾ ചെയ്തു വരുന്നതാണ്. ഇപ്പം ഒരു എന്താ പറയേണ്ടത്, ഒരു കുറ്റവാളി നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു കുറ്റവാളി വന്നു കഴിഞ്ഞാല് ആ കുറ്റവാളി വരുന്ന അന്ന് മുതൽ തുടങ്ങി ആ കുറ്റവാളി ഇറങ്ങി പോകുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് ഈ റോളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഓരോ കുറ്റവാളിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. So this is a full cycle of roles what you will be performing on a day-to-day basis. ആ ഒരു സൈക്കിളാണ് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് അസസ്മെന്റും മറ്റൊരാൾക്ക് ഗ്രൂപ്പ് വർക്കും പിന്നൊരാൾക്ക് കൗൺസിലിംഗ് അങ്ങനെയല്ല. ഇതെല്ലാം ഇപ്പൊ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പിനെല്ലാം ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിന് ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ റോൾസിനെ കാണേണ്ടത്. അപ്പോ ഫൈനലി ആ ഒരു റീഇന്റഗ്രേഷനിലേക്ക് അവിടെ വരുന്നു, വിച്ച് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, അല്ലെ. അപ്പോ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും നീഡ്സ് ആ വ്യക്തിക്ക് ഹൗസിംഗ് ആയാലും എംപ്ലോയ്മെന്റ് ആയാലും ഹെൽത്ത് കെയർ ആയാലും
ഓക്കെ, അങ്ങനെയുള്ള നീഡ്സ് ഉണ്ടെങ്കിൽ ആ നീഡ്സിന് സപ്പോർട്ടുമായിട്ട് വരണം. കമ്മ്യൂണിറ്റി ആയിട്ട് ഉള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കണം. അപ്പൊ അതിനുള്ള റെഗുലർ മോണിറ്ററിങ്ങും കൗൺസിലിങ്ങും ആ വ്യക്തിക്ക് വീണ്ടും അവൈലബിൾ ആക്കി കൊടുക്കണം. ആൻഡ് ആ ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ, ഒരു ഉൾപ്പെടുത്തൽ ആ വ്യക്തിക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ സമൂഹത്തില് ജയിലിൽ കിടന്നവൻ എന്ന നിലയ്ക്ക് സ്ട്രെയിറ്റ് അവേ ഒരു ഒറ്റപ്പെടുത്തൽ വരും. ആ ഒറ്റപ്പെടുത്തലിന് നമ്മൾ ഒരു തടയിടണം. അവിടെയാണ് ആ ഒരു സ്റ്റിഗ്മ ഒഴിവാക്കുന്ന കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അപ്പൊ അതിന് ഒത്തിരി അധികം കമ്മ്യൂണിറ്റിയിലെ പ്രവൃത്തികളിൽ ഈ വ്യക്തി ഏർപ്പെടാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. ആൻഡ് പിയർ മെന്ററിങ്ങും ഒക്കെ ഇതിനകത്ത് ചെയ്തു വരാം എന്നാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു റോൾസ് ഓഫ് കറക്ഷണൽ സോഷ്യൽ വർക്കിൽ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ 3 കോൺസെപ്റ്റ്സ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് ഈ 3 ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഇന്ന് ഞാൻ ഇടും. അത് ഓൺലൈൻ ആയിട്ടായിരിക്കും ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് തരിക. അപ്പോ ആ ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഒക്കെ ഞാൻ പബ്ലിഷ് ചെയ്തായിരിക്കും പോകുന്നത്. മീൻസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, എത്ര മാർക്ക് എത്ര പേർക്ക് വീതം സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ ആദ്യത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും. ഈ 11 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഈ രണ്ടാമത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, മൂന്നാമത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കി ചോദ്യങ്ങൾ അവിടെ വരിക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ 10 അതിന്റെ കണക്ക് ഞാൻ തരാം. ആദ്യത്തെ 10 നിങ്ങൾക്ക് 50% കുറവാണ് അവിടെ മാർക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ വീണ്ടും ഒന്ന് പഠിക്കണം. രണ്ടാമത്തെ ടോപ്പിക്കിൽ നമുക്കൊരു 60% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അങ്ങനെ നമ്മൾ മിനിമം 50% എങ്കിലും അവിടെ അച്ചീവ് ചെയ്യണം. കാരണം ഈ ടെസ്റ്റിൽ ഞാൻ തരുന്നത് ആ ഒരു കോൺസെപ്റ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് PSC മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. പക്ഷെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാനായിട്ട് കഴിയും. അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പിന്നെ നമുക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വാട്ട് വി വിൽ ഡു. ആൻഡ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ഇച്ചിരി കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഈ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കഴിയുമെങ്കിൽ നാളെ തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ പോപ്പുലേഷൻസ് എന്താണ്, അവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് എന്നും കൂടെ നമുക്ക് അങ്ങ് നോക്കാം. ആൻഡ് പിന്നെ 2 കോൺസെപ്റ്റ് ഉള്ളത് 3 കോൺസെപ്റ്റ്സ് ഇവിടെ ഉണ്ട്. കേസ് കോൺഫറൻസസ്, ഫോളോ അപ്പ്, റീസോഷ്യലൈസേഷൻ, പിന്നെ എമേർജിംഗ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു എമേർജിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നടപ്പാക്കി വരുന്ന ആ ട്രെൻഡുകൾ എന്നുള്ളത്. അപ്പൊ കഴിവതും നമുക്ക് നാളെയോടുകൂടി ഈ ഒരു മോഡ്യൂൾ 10 നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ഈ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ് ഇതിനകത്ത് വരുന്ന ഇത്. അപ്പൊ ഇത് ശരിക്കും എന്താ പറയണ്ട, ഈ ഒരു നമ്മൾ ഇവിടെ ഇപ്പം ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ ഇവിടെ ഇത്രയും നോക്കിയായിരുന്നല്ലോ. ഇത്രയും കാര്യങ്ങൾ ഒരു റോളിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോ ഇതിനകത്ത് ഈ തെറാപ്പി എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു ഇന്റർവെൻഷൻ അവിടെ നടത്തേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതിന് ഇത്രയും സംഗതികളായിരിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം ട്രോമ മാനേജ്മെന്റ്, എങ്ങനെയാണ് ട്രോമ, അല്ലെങ്കിൽ എന്താണ് ട്രോമ, ഒരു വ്യക്തിക്ക് ട്രോമ ഉണ്ടാകുന്നതിന്റെ റീസൺസ്, ആൻഡ് അതിനെ എങ്ങനെ മാനേജ് ചെയ്ത് ആ ഒരു ട്രോമയിൽ നിന്ന് ആ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം. അഡിക്ഷൻ റിക്കവറി, ഓക്കെ, അതിന്റെ ബേസിക്സ്, വാട്ട് ഈസ് അഡിക്ഷൻ, വാട്ട് കോസസ് അഡിക്ഷൻ, ആൻഡ് അഡിക്ഷൻ എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. ഇതെല്ലാം നമ്മൾ നോക്കിയ ഐ വുഡ് സേ ഈ ഒരു മോഡ്യൂൾ 10 നമ്മൾ കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ. സോ ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ ഈ സ്പെഷ്യൽ പോപ്പുലേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഈ കാണുന്നില്ലേ, ഇത് പല രീതിയിലാണ് ഈ പല ആൾക്കാരെയും ട്രീറ്റ് ചെയ്യുന്നത് ജയിൽസിൽ. അത് നമ്മൾ മനസ്സിലായിട്ടില്ലേ. അപ്പൊ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, കുട്ടികളെ താമസിപ്പിക്കുന്നതിന്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്, കുട്ടികൾക്ക് ഏത് തരത്തില്, അപ്പൊ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരിക, അതാണ് എന്താ പറയേണ്ടത് ഒരു സ്പെഷ്യൽ പോപ്പുലേഷൻ. അതേപോലെ സ്ത്രീകൾ പ്രിസണേഴ്സ് ആയിട്ട് വരുന്നവര്, അതേപോലെ ഹാബിച്വൽ ഒഫൻഡേഴ്സ്. ചില ഹാബിച്വൽ ഒഫൻസിലൊക്കെ പിന്നെ അകത്ത് പോയാൽ പിന്നെ പുറത്തേക്ക് വരില്ല. അപ്പൊ നിങ്ങൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനും അവരെ അവിടെ സംരക്ഷിക്കാം. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസേഴ്സ്, അതാണ് കഞ്ചാവ് എന്നൊക്കെ പറയുന്നത്. പിന്നെ മെന്റലി ഇല്ലായിട്ടുള്ള ഇൻമേറ്റ്സ് ഉണ്ടാകും. പിന്നെ പാരോളീസ് ആൻഡ് പ്രൊബേഷനേഴ്സ്. അപ്പൊ അതാണ് സ്പെഷ്യൽ പോപ്പുലേഷൻസ് എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻസിന്റെ ബിഹേവിയർ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് എങ്ങനെ എത്തുന്നു, എന്താണ് ബേസിക്കലി അതിന്റെ ഡെഫിനിഷൻ
ആൻഡ് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് എങ്ങനെയാണ് അവരുടെ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് അവിടെ നടത്തുന്നത്. സോ ദീസ് ആർ ദ കൈൻഡ്, അവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ദോസ് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ്. പിന്നെ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു മെന്റൽ പ്രോബ്ലം പരിഹരിക്കാനുള്ള വ്യക്തി ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, അതിനുള്ള പ്രൊഫഷണൽ അല്ല, പക്ഷെ ആ വ്യക്തിക്ക് ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, സോ ദെൻ യു ഗോ ടു എ സൈക്കാട്രിസ്റ്റ്. അപ്പൊ ഗവൺമെന്റിനുണ്ട് സൈക്കാട്രിസ്റ്റ്, ആ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തിക്കുക, ആ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളുടെ അടുത്ത് പോകേണ്ട സാഹചര്യം വരുന്നെങ്കിൽ അങ്ങനെ ലീഗൽ പ്രൊഫഷണൽസ്, വക്കീലന്മാരുമായിട്ട് അവരെ കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്. ആൻഡ് മറ്റ് പ്രിസൺ സ്റ്റാഫ്. ഓക്കെ, അപ്പോ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് ആണ് ഇവിടെ പറയുന്നത്. സോ ഐ മീൻ ഇറ്റ്സ് റിയലി വെരി സിമ്പിൾ ടോപ്പിക്. ഒത്തിരി വലിയ ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി കിട്ടി പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ പ്രോട്ടോകോൾ ഉണ്ടാകും. ആ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ആ പ്രോട്ടോകോളിലേക്ക് നമ്മൾ ഇപ്പൊ കടക്കണ്ട, അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് അവിടെ കിട്ടും. പക്ഷേ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് എങ്ങനെ നടത്താം എന്നുള്ളതിന്റെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ? ആരെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും പോസ്റ്റ് ചെയ്തായിരുന്നു? ഞാൻ ഇന്നലെ അത് നോക്കിയില്ല. ഓക്കെ, അപ്പൊ സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ കാണുന്നില്ല. So I think we will wind up today's class and I will see you guys tomorrow. നാളെ നമ്മൾ ഈവനിങ്ങിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുവാണ്. നാളെ ഇപ്പം മൺഡേ അല്ലേ, അപ്പൊ മൺഡേ എല്ലാവർക്കും രാവിലെ ഞാൻ ക്ലാസ് വെച്ചാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. സോ വി വിൽ ഹാവ് ഇറ്റ് ഇൻ ദ ഈവനിങ്. Okay then, so thank you very much for joining me today. And ഇതിന്റെ റെക്കോർഡിംഗ് ഒരു 1.5-3 മണിക്കൂറിനകം ഞാനത് നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ പോസ്റ്റ് ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂമിലും അത് ആഡ് ചെയ്യുന്നതായിരിക്കും. So once again, thank you very much and you guys have a great Sunday ahead. Thank you.